ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പേപ്പർ വെച്ചിട്ടുള്ള ഒരു ടോയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് പേപ്പർ നമ്മൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 വ്യത്യസ്ത സൈസിലും കളറിലുള്ള പേപ്പേഴ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 3 ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുത്, ഒന്ന് മിഡിൽ സൈസിലുള്ളത്, ഒന്ന് കുറച്ചും കൂടെ വലുതായിട്ടുള്ളതായിരുന്നു. അങ്ങനെ 3 സൈസായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സൈസാണ് നമ്മൾ ഈ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടുത്ത സൈസിലുള്ളത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 3 സൈസിലുള്ളതും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം 3 വ്യത്യസ്ത കളറുകളായിരിക്കുമ്പോൾ ഒന്നും കൂടെ കാണാനായിട്ടുള്ള അട്രാക്ഷൻ കൂടും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് 3 വേറെ കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം പകുതി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരേ സൈസിലുള്ള 2 അടപ്പുകളാണ്. ആ ഒരു അടപ്പുകൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും നന്നായിട്ട് ഒട്ടിയതിന് ശേഷം നമുക്ക് ഹെയർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഹെയർ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി രണ്ടും കൂടെ ഒന്ന് ഒരേ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു അടപ്പിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് ത്രെഡ് നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു അടപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ സെക്ഷൻ ഏകദേശം കംപ്ലീറ്റ് ആവും. ഇനി നമ്മുടെ ഈ അടപ്പിൻ്റെ സൈസിനായിട്ട് മാച്ച് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ 2 പേപ്പേഴ്സ്, അതായത് ഫേസിൻ്റെ കളറിലുള്ള ആ ഒരു പേപ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കണ്ണും പുരുകനൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഹെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ടോയുടെ പകുതി സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ടോയ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലവ് യു, ബൈ.